ഈ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് എല്ലാം നോക്കി ചെയ്താലേ എപ്പോഴും അങ്ങനെ റെഡി ആയി കിട്ടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ലല്ലോ. ഇല്ല, കിട്ടിയില്ലെങ്കിൽ പിന്നെ ദേഷ്യം വരില്ലേ? അത് ഒന്നോ രണ്ടോ വട്ടം ട്രൈ ചെയ്താലും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ഇപ്പോഴും അറിയില്ല ഇത് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് എനിക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും അല്ല അങ്ങനെ ചെയ്തു പോയൊരു കാര്യമാണിത്. അപ്പോൾ ഒരു ടിഷ്യൂ എടുക്കുക, എന്നിട്ട് എങ്ങനെയൊക്കെ ഷേപ്പിൽ കട്ട് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് എന്തെങ്കിലുമൊക്കെ സ്കെച്ച് വെച്ചിട്ട് കുത്തി കൊടുക്കുക കേട്ടോ. ഞാൻ കുറേ ഡോട്ടൊക്കെ എടുത്തിട്ട് 3-4 ഡിസൈനിൽ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തലങ്ങും വിലങ്ങും കൂത്തിട്ടെടുക്കുക, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ഇനിയിപ്പോൾ ഡോട്ട് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഇനി വല്ല ചിത്രങ്ങൾ വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കും. അതൊന്നും നമ്മുടെ വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തിട്ട് കൊടുത്തിട്ട് അവരൊരു വാട്ടർക്ക് ഇടുമ്പോൾ ഇതിൻ്റെ ഈ മഷി ഇങ്ങനെ അതേ ഷേപ്പിൽ ഇങ്ങനെ അവിടെ സ്പ്രെഡായിട്ട് വരുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഞാനും അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തു പോയതാണ് ഈ ഒരു തെറ്റ്. ഇനി മേലാ ചെയ്യില്ല എന്ന് ഞാൻ വാക്ക് തരുന്നു. കാരണം ഇത് റെഡി ആവുന്നില്ല, ഇനി ഇതിൽ എന്താ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞതിന് ശേഷം നീ ചെയ്യണമെങ്കിൽ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനും അതേപോലെ വെള്ളം എടുത്തിട്ട് ഈ വെള്ളത്തേക്ക് ടിഷ്യൂ മുക്കി വെച്ചു. ഒരു വ്യത്യാസമില്ല കേട്ടോ. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഞാൻ അത്രയും സ്കെച്ച് വെറുതെ നാശമാക്കി കളഞ്ഞല്ലോ വിചാരിച്ചു. എന്നിട്ട് ഞാൻ കുറേ കോലൊക്കെ ഇട്ട് കുത്തി ഇളക്കി. പക്ഷെ ഞാൻ വീണ്ടും ആ വീഡിയോ കണ്ടു. ഇതാണ് അപ്പോഴാണ് കാര്യം പിടിയിട്ടിരുന്നത്. അവരൊരു വെള്ള കളർ വെള്ളത്തിൽ കേട്ടോ. ആ വീഡിയോ ഒന്ന് കണ്ടോക്കെ. അപ്പോൾ ഇതാണ് ആ വീഡിയോ. ഇതിലവർ കണ്ടില്ല, ഒരു വൈറ്റ് കളർ വാട്ടർക്കാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേണമെങ്കിൽ വല്ല ഫെവിക്കോൾ നിലയ്ക്ക് വെള്ളത്തേക്കാരുന്നത്. ആ കണ്ട ഇതിൽ വീണ്ടും ഞാൻ ഇതേപോലെ കുറേ കുത്തിട്ടൊക്കെ വെച്ചൊക്കെ. എന്നിട്ട് ഞാൻ വീണ്ടും ആ ഫെവിക്കോളൊക്കെ കലക്കി അതിലേക്ക് ഈ പേപ്പർ കൊണ്ടുപോയി ഇട്ടു. എന്നിട്ട് നോക്കിയിരിക്കുക, എന്നിട്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്ന്. പക്ഷെ ചെറുതായിട്ടൊക്കെ ഒരു മാറ്റം സംഭവിച്ചോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ആ കളർ ചെറുതായി ഒന്ന് ഇളകി വരുന്നുണ്ട്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചോ അല്ലേന്നറിയില്ല. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണത്. ഇത് ഞാൻ കുറേ വട്ടം കോലിട്ട് കുത്തിയൊക്കെയിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ അവർ ആദ്യം ആ പേപ്പർക്ക് എന്തോ ഒരു ഓയിൽ പോലെ ഒരു സാധനം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. അതിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന നേരത്താണ് ഞാൻ കണ്ടത്. പക്ഷേ അങ്ങനെ കൂടി ഒന്ന് ട്രൈ നോക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല പിന്നെ എപ്പോഴേലും അങ്ങനെ ഒന്ന് ട്രൈ നോക്കിയില്ല. അപ്പോൾ എന്തായാലും നല്ല ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.